ബാലചന്ദ്രൻ അവിടെ വളരെ ബുദ്ധിപരമായ സമീപനമാണ് സ്വീകരിച്ചത്. റഹ്മാനെയും ഗീതയെയും തൻ്റെ റൂമിലേക്ക് വിളിക്കുന്നു. അവിടെ ഒരു കാര്യം തുറന്നു പറയുകയാണത്, ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് നിങ്ങളാണ് ഇതിൽ നായകനും നായികയും. പക്ഷേ ഗീതയ്ക്കൊരു പ്രായക്കൂടുതലുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ വളരെ പ്രായവ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇതൊരു പ്രത്യേക സിനിമയാണ്. പുതു അർത്ഥങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര്. ആ സിനിമ പുതു അർത്ഥങ്ങൾ എന്ന പേര് കൊണ്ട് തന്നെ പുതിയ അഭിനയ ശൈലി തന്നെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ, ഇനിയിപ്പോൾ ഗീതയെ മാറ്റണം, ഒന്ന് വേറെ റോളിലേക്ക് മാറ്റണോ, റഹ്മാനെ വേറെ റോളിലേക്ക് മാറ്റണോ, അതറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. വേറൊന്നുമല്ല, അപ്പോൾ തന്നെ ഒരു പുതിയ സ്റ്റൈൽ കണ്ണട കൊണ്ടുവന്ന് അത് ഗീതയുടെ മുഖത്ത് വെച്ചു. മുഖത്ത് വെച്ചപ്പോൾ എന്ത് പറഞ്ഞാൽ മറ്റുള്ള ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞു. അതേ കണ്ണട എടുത്ത് റഹ്മാൻ്റെ മുഖത്ത് വെച്ചു. അവിടെ പക്വതയുള്ള കഥാപാത്രമായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഗീതയും റഹ്മാനും ഏകദേശം തുല്യ രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അവർ നേരത്തെ ഉണ്ടായിരുന്ന പ്രായ വ്യത്യാസപ്പെടാൻ തോന്നുന്നില്ല. ഇപ്പോൾ റഹ്മാൻ പക്വതയുള്ള ഒരു നായകനാണ്, ഗീതയും അതുപോലെ തന്നെ. അങ്ങനെ പക്വതയുള്ള നായകനും നായികയുമായി ഫീൽ ചെയ്യാൻ ഈ കണ്ണട, ഈ വേഷഭൂഷാദികൾ കൊണ്ട് കെ ബാലചന്ദ്രൻ സാധിച്ചു.